ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവിൽ കുറച്ച് മുൻപ് നടന്നൊരു സംഭവമാണ്. ജാസ്മിൻ്റെ അടുത്ത് നമ്മുടെ മുടിയൻ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാണ്. അപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: പുറത്ത് കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടല്ലേ നീ വന്നേക്കുന്നേ, നീ പുറത്ത് കമ്മിറ്റഡ് അല്ലേ എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗബ്രി ആയിട്ടുള്ള വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മുടിയൻ ചോദിക്കുന്നുണ്ട്. അതായത് നീയും ഗബ്രിയും തമ്മിലുള്ള വിഷയം എന്താണ് എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്തായിട്ടാണ് നിനക്ക് തോന്നുന്നത്. അപ്പോഴും മുടിയനോട് നമ്മുടെ ജാസ്മിൻ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ സെയിം കാര്യം. അതായത് ഗബ്രിയുമായിട്ട് പ്രണയത്തിലാകാതെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗബ്രിയുമായി പ്രണയത്തിലാകാതെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് മുടിയനോട് പറയാണ്. മുടിയൻ പറഞ്ഞൊരു കാര്യം മുടിയൻ അപ്പോൾ എടുത്ത് ചോദിക്കും, നിനക്കപ്പോൾ പുറത്ത് കമ്മിറ്റഡ് അല്ലേ? അപ്പോൾ ജാസ്മിൻ പറയുന്ന കാര്യം, അതെ ഞാൻ കമ്മിറ്റഡ് ആണ്, ഞാൻ സത്യമായിട്ടും കമ്മിറ്റഡ് ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. കമ്മിറ്റഡ് അല്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, കമ്മിറ്റഡ് ആണ് എന്ന് വീണ്ടും പറയുന്നു. അപ്പോൾ ഈ കമ്മിറ്റഡ് ആയ ആൾ തന്നെയാണ് പറയുന്നത് ഗബ്രി ആയിട്ട് ഞാൻ പ്രണയത്തിലാകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അതുപോലെ തന്നെ പ്രാക്ടിക്കലി അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയണം. മുടിയൻ സത്യം പറഞ്ഞ് അന്താളിച്ചിട്ടാണ് ഇവളുടെ വർത്തമാനം കേട്ടിട്ട് അവിടെ ഇരിക്കുന്നത്. മുടിയൻ എടുത്ത വായിക്കൊരു വാക്ക് പറഞ്ഞു, നിന്റെ സ്ഥാനത്ത് ഇപ്പം ഞാനാണ്, എൻ്റെ കാമുകയാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇത് കഴിഞ്ഞ് 3-ാം പക്കം ഞാൻ ഇട്ടിട്ട് പോയേനെ, ഞാൻ ഒരിക്കലും പിന്നെ നോക്കാൻ വരത്തില്ല എന്ന് പറയും. കാരണം കറക്റ്റ് കാര്യമാണ് നമ്മുടെ മുടിയൻ പറയുന്നത്. അതായത് ഇങ്ങനെ വേറൊരാൾ ചെയ്തിരുന്നെങ്കിൽ, അതായത് നോർമലി നമ്മൾ ചിന്തിച്ചാൽ മതി, അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു കാമുകൻ അല്ലെങ്കിൽ നമ്മുടെ കാമുകൻ എന്നുള്ളൊരു വ്യക്തി നമുക്ക് കമ്മിറ്റഡ് ആയിട്ട് നമ്മുടെ എൻഗേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ എന്താ പറയുക, ഇതൊക്കെ മധുരം കൊടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ ബിഗ് ബോസിലേക്ക് പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന പറഞ്ഞ് വാക്ക് തന്ന് പോയ ഒരു വ്യക്തിയാണ് ജാസ്മിൻ. അപ്പം അങ്ങനെ പോയൊരു വ്യക്തി അവിടെ എത്തിയ ശേഷം വേറൊരു വ്യക്തിയായിട്ട് കണ്ട് പരിചയത്തിലായി. അവിടുന്ന് ഒരു 35 ദിവസമോ ആയുള്ളൂ. അപ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയായിട്ട് പ്രണയം എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. പക്ഷെ പ്രണയത്തിലെത്താതെ ഞാൻ പിടിച്ചു വെക്കുകയാണെന്ന് പറയുന്നു. ഇതൊക്കെ പുറത്തുനിന്ന് നമ്മൾ കാണുവാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മളിത് കാണുന്ന സമയത്ത് എത്രത്തോളം അത് നമ്മളെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ബാക്കി എല്ലാവരും കാണുന്ന അത്രയും വലിയൊരു ഷോയിൽ വന്നിട്ടാണ് ഇത്രയും കൾച്ചർ ഇല്ലാത്ത ഒരു സ്വഭാവം എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു സ്വഭാവം ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എടുത്തെടുത്ത് ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടും പറയുന്നത് പ്രണയത്തിലെത്താതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ കുറേ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്, ഞാനാണ് ഗബ്രിയാണ് ഞാൻ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ പ്രണയം എന്നുള്ള രീതിയിലുള്ള ഒരു വിഷയമാണ്. അല്ലാതെ ഇനിയിപ്പം സിറ്റുവേഷൻഷിപ്പ് അല്ല എന്ന് തന്നെ ഇവൾ പറയുന്നു. അതായത് ജാസ്മിൻ പറയുന്നു സിറ്റുവേഷൻഷിപ്പ് അല്ല, അതുപോലെ നമ്മുടെ പ്രണയമല്ല, ഫ്രണ്ട്ഷിപ്പല്ല, പിന്നെ എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ റിലേഷൻ ആണെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള വ്യക്തി ഉണ്ടാവില്ല അവിടെ എന്നുള്ളത് വ്യക്തമായിട്ടറിയാം. അപ്പോൾ അവിടെയുള്ള വ്യക്തിനെയും വേണം, ഇവിടെയുള്ള വ്യക്തിനെയും വേണം. അതായത് പുറത്തെത്തിയ ശേഷം ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ച ശേഷം ഇവനെ വേണോ അവനെ വേണോ എന്ന് തീരുമാനിക്കാം എന്നുള്ള രീതിയിലായിരിക്കാം ജാസ്മിൻ. കാരണം ഗബ്രീനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് മുടിയൻ്റെ അടുത്ത് തീർത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് മുടിയൻ്റെ കിളി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.